ബ്യൂട്ടിഫുൾ. ഇറങ്ങടാ. ബ്യൂട്ടിഫുൾ. ദേവൻ, നീ എന്തെന്ന് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ട്? ഫോൺ എടുക്കാതിരുന്നു. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏ, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏത് പടത്തിന്റെ ഷൂട്ടിംഗ്? ഹസ്ബൻഡ്സ് ഇൻ ഗോവ. സജി സുരേന്ദ്രന്റെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഗോവേ? അതിന്റെ അകത്ത് നിന്ന് ഒരു മേജർ സീൻ എടുത്തോണ്ട് ഒരു സോങ്, ആ, പഴയ നമ്പർ 20 മദ്രാസ് മെയിലിലെ പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം, ആ പാട്ട് നമ്മൾ റീമിക്സ് ചെയ്ത് അതിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. നിന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്താണെന്നറിയാം? നീ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നുള്ളത് അല്ലേ കൊച്ചിക്കാര്? ഇവനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി. പിന്നെ എന്തിനാടാ നീ ഈ ഫോൺ കൊണ്ട് കിടക്കണേ? നീ ഡയറക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ക്യാമറമാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പ്രൊഡ്യൂസർ വിളിച്ചാൽ എടുക്കില്ല. എടുക്കോ? ഇല്ലല്ലോ. ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ടാ. എന്ത്? ഷൂട്ടിംഗ് ഉള്ളപ്പോ ഫോൺ എടുക്കൂല. ശരി, നീ ആ അമ്മക്കാര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ക്രിക്കറ്റ് കളി ഉണ്ടാക്കിയല്ലോ ഇല്ലേ? അതിന് നീ പ്രാക്ടീസിന് പോയതല്ലാതെ നീ ആ കളി കളിക്കാൻ പോയാ? ആ ഭാവനയ്ക്ക് എന്തൊരു കഷ്ടപ്പെട്ടാണ് ഫോൺ അടിക്കുമ്പോ ഗോള് 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 എന്നും പറഞ്ഞ് പോയാ നീ? ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഷൂട്ടിംഗ്. ഷൂട്ടിങ്ങാ? ക്രിക്കറ്റിനേക്കാളും വല്ലതാണ് എനിക്ക് ഷൂട്ടിങ്. അങ്ങനെ ചോദിച്ചാ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ടാ പോവായിരുന്നു. ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ടാ പോവായിരുന്നു. അത് ഒരു ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ക്രിക്കറ്റ് ഉള്ള സമയത്ത് എന്നെ സ്ലോ മോഷനിൽ നടത്താം. സ്ലോ മോഷനിൽ നടത്തിയ മൂപ്പര് സ്ലോ മോഷൻ നടത്തിയ എല്ലാ ആൾക്കാരും സൂപ്പർ സ്റ്റാർസ് ആണ്. അപ്പൊ എന്നെ സ്ലോ മോഷനിൽ നടത്താൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയി. അതേതോടോ? അത് ബാച്ചിലർ പാർട്ടി. ഓ, അതൊക്കെ അതൊക്കെ. എന്റെ പൊന്നു മോനെ, നീ ആ ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിലും ശരി, അതിന്റെ പുറത്തൊന്നും ഇരിക്കാറുന്നില്ലടാ കുട്ട. ആ ഫോർ അടിക്കുമ്പോ ഓരോരുത്തർ പോയി ആ പെമ്പിള്ളേരെ കെട്ടിപ്പിടിച്ചിട്ട് ഹായ്, ഇവിടെ പോയി പെമ്പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഹായ്, എന്ത് രസമായിരുന്നു മോനെ. അതൊക്കെ അത് തന്നെയല്ലേ ക്രിക്കറ്റ്. നീ ആ സ്ലോ മോഷൻ എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ട്? ഇവിടെ ക്രിക്കറ്റിലും നല്ല സ്ലോ മോഷൻ അല്ലേ? ഓ, പക്ഷെ വെയിലത്ത് കോട്ടൊക്കെ ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. എവിടെ? വെയിലത്ത് കോട്ടൊക്കെ ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ആ, അത് ശരി. അപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ നിനക്ക് സിനിമയാണ്. അപ്പൊ സിനിമയാണ് നിനക്ക് പ്രധാനം. ഇനിയിപ്പോ അങ്ങനെയാണ്. ഇനിയിപ്പോ അതിന് വിലക്കുവോന്നറിയില്ല. എന്ത് വിലക്കുവോന്നറിയില്ല? വിലക്കണയൊക്കെ നല്ലതാ. നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധി എന്നെ പുറത്തുവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിലക്കണയൊക്കെ നല്ലതാണ്. വിലക്കണവരൊക്കെ വലിയ നിലയിലെത്തും. നല്ലതാ. എന്റെ മോനെ, നീ മലയാള സിനിമയിലേക്ക് വന്നപ്പോ ഈ കേരളത്തിലുള്ളവര്, ഞങ്ങൾ ഈ കൊച്ചിക്കാര്, ഈ മാതൃഭൂമിയുടെ ആൾക്കാരൊക്കെ എന്തോ ഒരു ഉത്തരവാദിത്വമാണ് നിന്നെ ഏൽപ്പിച്ചതെന്നറിയാമോ? നിന്റെ ഓരോ വളർച്ചയിലും ഞങ്ങളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. നീ എന്നിട്ട് ഇപ്പോ നോക്കേ, ഫോൺ വിളിച്ചില്ല, ആ ഉത്തരവാദിത്വം എടുത്തോ. CCL കളിക്കാൻ പോയില്ല, ആ ഉത്തരവാദിത്വം എടുത്തോ. നീ ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്താ? ഈ മലയാള സിനിമയിൽ ഇപ്പൊ കുറെ പുതിയ പെൺകുട്ടികൾ വന്നിട്ടുണ്ടല്ലോ. അർച്ചന കവി, മൈഥിലി, നിത്യ മേനോൻ, പിന്നെ റീമ കല്ലുമക്കായ. ഇവരൊക്കെ നീ ഭയങ്കര ചുറ്റുകളിയാന്ന് പറയണ? അതൊക്കെ വെറുതെ പറയണ പോട്ടെ. വെറുതെ പറയണം. അപ്പൊ അവർ വിളിച്ച ഫോൺ എടുക്കോ? ഇല്ല. നീ വിളിക്കാറുണ്ട്? അവരാരെങ്കിലും വിളിച്ചു ഞാൻ ഫോൺ എടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പേരിലല്ലേ കേൾക്കുള്ളൂ. ഇത് ആദ്യം ഒരാളെ ട്രൈ ചെയ്യും, അവര് തിരിച്ചു വിളിക്കാൻ ഫോൺ എടുക്കൂല. പിന്നെ രണ്ടാമത് ഒരാളെ ട്രൈ ചെയ്യും, അവര് തിരിച്ചു വിളിക്കാൻ ഫോൺ എടുക്കൂല. അപ്പൊ അങ്ങനെ ഫോൺ എടുക്കാൻ ഇവനെ എന്താ ചെയ്യണ്ടേ ഇവനൊക്കെ? ഇവിടെ ഞാൻ 18 വർഷമായി സിനിമയിൽ. ഇതുവരെ എന്നെ ഒരു പെണ്ണും ആകെ ഫോൺ വിളിച്ചിട്ടില്ല. ഈ വാണിയല്ലാണ്ട്. ഈ മനുഷ്യമൃഗത്തിന് ഒന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവൊന്നുമില്ല. എന്താ മനുഷ്യമൃഗത്തിനൊന്നും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ആണല്ലേ? അപ്പൊ ഇനി ഏതെങ്കിലും നമ്പർ വേറെ വരാണെങ്കിൽ എന്റെ നമ്പർ ഒന്ന് കൊടുത്തേ. പിന്നെ മോനെ, നമുക്ക് ഈ ഇവിടെ മാത്രം കളിച്ചുകൊണ്ടൊന്നും വേറെ കാര്യമൊന്നുമില്ല. ഒരു മിനിറ്റ്. ഹലോ സാർ, ഞാനിവിടെ മാതൃഭൂമിയുടെ ഫിലിം അവാർഡ്സ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് തിരിച്ചു വിളിക്കട്ടെ? ഓ, എന്തൊരു ബഹുമാനം. ഓക്കെ സാർ, താങ്ക് യു. ആരത്? അതൊരു പ്രൊഡ്യൂസറാ. ഓ, കൊള്ളാം. ഹലോ സാർ, ഞാനൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുക. ഞാൻ തിരിച്ചു വിളിക്കട്ടെ? വിലക്കില്ലല്ലോ? ഓക്കെ സാർ, താങ്ക് യു. എന്റെ പൊന്നു മോനെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നീ ഇത്രയും വലിയ ബഹുമാനമൊന്നും കാണിക്കുമ്പോൾ തന്നെ അവര് മനസ്സിലാവും ഇത് പ്രശ്നമാണ്. പിന്നെ നീ വേറൊരു കാര്യം വെച്ചാൽ, നമുക്കിപ്പോ ഈ മലയാളം മാത്രം കളിക്കാണ്ട് നേരെ നമ്മൾ അടുത്ത ഒരു ഹിന്ദി സെറ്റപ്പിലേക്കൊക്കെ നീ ഒന്ന് പോകാൻ നോക്ക്. പല ആൾക്കാരും ഇപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു മനസ്സിൽ. ഹിന്ദിയിൽ പോണേ, പക്ഷെ ഡാൻസ് ചെയ്യണം ബാബുട്ടാ. ഡാൻസാ? അതൊക്കെ ഇപ്പൊ ക്യാമറ ടെക്നിക്കല്ലേ? ഈ ക്യാമറ ടെക്നിക്ക് ശരിയില്ലാത്തോണ്ടല്ലേ നമ്മുടെ നായകന്മാരുടെ ഒന്ന് ഹിന്ദി അങ്ങോട്ട് ഡാൻസ് അങ്ങോട്ട് പോരാത്തത്. ക്യാമറ ടെക്നിക്കൊക്കെ ഇവിടെ ദിങ്ങനെ കാണിക്കുമ്പോ ഒരു കട്ട്, ദിങ്ങനെ കാണിക്കുമ്പോ ഒരു കട്ട്. അവിടെ അങ്ങനെയല്ല. അവിടെ ഡാൻസ് ഫുൾ ടെക്നിക്കാണ്. ഈ ഡാൻസ് മുഴുവൻ
ടെക്നിക്കാണ് technique, ആ. ഒറ്റ ടെക്നിക് ഡാൻസ്. ആ സുരേഷ് വർണ്ണൻ കേട്ടിട്ടുണ്ടോ? സുരേഷ് വർണ്ണൻ. കേട്ടിട്ടുണ്ട്. ഡാൻസ് കേട്ടിട്ടുണ്ടോ? ഡാൻസ് കണ്ടിട്ടില്ല, കാണാം. ഋത്തിക് റോഷൻ ഉൾപ്പെടെ ഉള്ളവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട് സുരേഷ് വർണ്ണന്റെ ഡാൻസിന്. ഓ ചേട്ടൻ ഒന്ന് കണ്ടു നോക്ക്. കണ്ടു. അപ്പൊ സംഘാടകർ ലൈറ്റ് എടുത്ത് ആ ഡാൻസ് ഒന്ന് കാണട്ടെ. വേഗോട്ടെ. ആ കണ്ടു നോക്ക്. പക്ഷെ ഫോൺ വന്നാൽ ഞാൻ ഇനി എടുക്കുവേ. നീ ധൈര്യമായിട്ട് എല്ലാ ഫോണും എടുത്തോ. മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ നല്ല ഡ്രസ്സിൽ രഞ്ജിനി ഹോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹോസ്റ്റ് ചെയ്യാൻ മേലായിരുന്നു. എന്നെ ഓടിച്ചിട്ടിട്ട് ഇപ്പൊ എന്തായി? പോയല്ലേ നീ നിന്നെ ഒരു കാര്യം പറയട്ടെ.